പോലീസ് ഗുണ്ടായിസത്തിനെതിരെ ആഞ്ഞടിക്കുകയാണ് ഷാഫി പറമ്പിൽ. മാധ്യമങ്ങൾക്ക് കൊടുത്ത മറുപടിയിൽ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനെ വലിച്ചുകീറി ഒട്ടിക്കുകയാണ്. കൊടിസുരയ്ക്കൊക്കെ ജയിലിൽ VIP പരിഗണന കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ കെടുകാര്യസ്ഥതയാണെന്ന് അടിവരയിടുകയാണ്. പോലീസ് ഗുണ്ടകളാണ് ഇവിടെയുള്ളത്. പാവപ്പെട്ടവരെ തല്ലിച്ചതയ്ക്കുകയും ഗുണ്ടകളുടെ ബർത്ത്ഡേ ആഘോഷിക്കുകയും ചെയ്യുന്ന പക്ക കാക്കിയുടെ ഗുണ്ടകൾ. ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നത് കൊടിസുരിമാരാണെന്ന് പറഞ്ഞ ഷാഫി മുഖ്യമന്ത്രിയെ മുഖ്യ ഗുണ്ടയാണെന്നാണ് വിശേഷിപ്പിച്ചത്. ഗുണ്ടകളെ ഇരുവശത്തു നിർത്തി കേരളത്തിന്റെ മുഖ്യ ഗുണ്ട നാട് ഭരിക്കാമെന്ന് കരുതിയാൽ ജനങ്ങൾ അനുവദിക്കില്ല എന്നാണ് ഷാഫി പറഞ്ഞത്. നിയമം സമാധാനത്തോടെ നടപ്പിലാക്കുന്നവർക്കല്ലേ പോലീസിൽ പ്രാധാന്യം നൽകേണ്ടത്. പകരം ക്രിമിനലുകൾക്കും ഗുണ്ടകൾക്കുമാണ് സർക്കാരും ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും ഒത്താശ ചെയ്യുന്നത്. പോലീസ് ഗുണ്ടായിസം വളരുന്നത് പിണറായി വിജയന്റെ പിന്തുണയോടെയാണെന്നും ജനമൈത്രി പോലീസിനെ ഗുണ്ടാമൈത്രി പോലീസാക്കി മാറ്റിയെന്നും ഷാഫി ആരോപിക്കുകയാണ്. ഗുണ്ടകളായ പോലീസുകാരെ നിലയ്ക്ക് നിർത്താൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് കഴിയണം. പോലീസിലെ ഗുണ്ടകൾക്ക് രാഷ്ട്രീയ സംരക്ഷണമാണ് സർക്കാർ ഒരുക്കുന്നത്. ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും ശമ്പളം പറ്റുന്ന പോലീസുകാരൻ മർദ്ദിക്കുന്ന ചിത്രം നവമാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നുവെങ്കിൽ അതിന് എവിടെ നിന്നാണ് ധൈര്യം കിട്ടുന്നത് എന്നും അത് സർക്കാർ നടപടി സ്വീകരിക്കാത്തത് കൊണ്ടാണെന്നും ഷാഫി ആഞ്ഞടിക്കുകയാണ്. ഇതൊന്നും പ്രശ്നമല്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രി പ്രതികരണത്തിലൂടെ നൽകുന്നത്. മൗനം ഗുണ്ടായിസത്തിനുള്ള സമ്മതമാണ്. എന്നാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസ് ആ മൗനം തുടരില്ല എന്നും ശപഥമെടുക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് നേരെ കോൺഗ്രസ് ആഞ്ഞടിക്കുമ്പോൾ അതിന് ഒത്താശ പാടുന്ന പല മന്ത്രിമാരും കണ്ടം വഴി ഓടുകയാണ്. കാക്കിയിട്ട ഗുണ്ടകൾ ഇനിയും ശമ്പളം കൊടുത്താൽ കോൺഗ്രസ് പ്രവർത്തകർ വെറുതെ ഇരിക്കില്ല എന്നും ഷാഫി പറഞ്ഞു വെക്കുകയാണ്. കുത്തഴിഞ്ഞ സംവിധാനമായി ആഭ്യന്തര വകുപ്പ് മാറി. പോലീസിന് കഴിവില്ലാത്തത് കൊണ്ടല്ലേ നിയന്ത്രണം ഗുണ്ടകൾ ഏറ്റെടുത്തതെന്നും ഗുണ്ടകൾക്ക് ആഭ്യന്തരമന്ത്രി പ്രമോഷൻ ഒപ്പിട്ട് നൽകുകയാണെന്നും ഷാഫി ആഞ്ഞടിക്കുകയാണ്. ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇത് കഥകൾക്ക് പഴക്കവും തുടർച്ചയുണ്ട്. ഇവർ അധികാരത്തിൽ വന്ന ശേഷം തുടർച്ചയായിട്ട് ഇത്തരം ഇൻസിഡൻസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, എല്ലാ മണിക്കൂറിലും ഉണ്ടാവുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് വേണേൽ വിളിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ കേരളത്തിലെ പോലീസിങ്ങിനെ തനി ഗുണ്ടായുസമാക്കിയിട്ട് ഈ ഗവൺമെന്റ് മാറ്റിയിരിക്കുക. ഒരാൾക്കും നിഷേധിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇടതുപക്ഷ അനുഭാവികളായ ആളുകൾക്ക് പോലും ഈ പോലീസിങ്ങിനോട് യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് അവർ പരസ്യമായി നവമാധ്യമങ്ങളിൽ കൂടെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത്ര ക്രൂരമായ മർദ്ദനങ്ങൾക്കാണ് നേതൃത്വം നൽകുന്നത്. നിയമം സമാധാനത്തോടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവർക്കല്ല പോലീസിൽ പ്രാധാന്യം. ഇത്തരം ക്രിമിനലുകൾക്ക്, ഗുണ്ടകൾക്ക് വകുപ്പും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രിയും കേരളത്തിൻ്റെ സർക്കാരും എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുക. ഗുണ്ടകളുടെ പ്രൊമോഷൻ ലിസ്റ്റിൽ ഒപ്പിടുന്നതാണ് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിൽ എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. ഇപ്പം ഇവിടെ സൂചിപ്പിച്ച ദുൽഖിഫിലിൻ്റെ കാര്യം തന്നെ, ഗുണ്ടകൾക്ക് അടിക്കാൻ പോലീസ് പിടിച്ചു കൊടുക്കുക, പോലീസ് സാഹചര്യം ഒരുക്കി കൊടുക്കുക, എന്നിട്ടും അതിൽ നടപടി ഉണ്ടാവുന്നില്ല. അന്നിപ്പോൾ KK രമ MLA അവിടെ അന്ന് കുത്തിയിരിക്കുന്ന ഉൾപ്പെടെ നമ്മൾ കണ്ടു. അപ്പം അതൊക്കെ ഉണ്ടായിട്ടും ഇതൊക്കെ ചെയ്യാതിരിക്കുന്നത് ഗുണ്ടായിസത്തിനുള്ള പിണറായി വിജയന്റെ സപ്പോർട്ടാണ്. പോലീസ് ഗുണ്ടായിസം പിണറായി വിജയന്റെ സപ്പോർട്ടിലാണ് വളരുന്നത്. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ ഇന്നാക്ഷനിലാണ് ഈ ഗുണ്ടായിസം തഴച്ചു വളരുന്നത്. അതാണ് ജനമൈത്രി പോലീസിനെ ഗുണ്ടാമൈത്രി പോലീസാക്കി മാറ്റി, അതല്ലെങ്കിൽ കൊലമൈത്രി പോലീസാക്കി മാറ്റി എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് പറയേണ്ടി വരുന്നത്. ഇതിന്റെ രോഗം താഴെയല്ല, ഇതിന്റെ രോഗം മേലെയാണ്. മേലെയുള്ളവരുടെ ആറ്റിറ്റ്യൂഡാണ് താഴേക്ക് പടരുന്നത്. ഈ രോഗം താഴെ നിന്ന് മേലേക്ക് വന്നതല്ല, ഇത് മേലേന്ന് താഴേക്ക് പടരുന്ന രോഗമാണ്. ഇതിന്റെ വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ ആറ്റിറ്റ്യൂഡിൽ നിന്നാണ് ഇത് താഴോട്ട് പടരുന്നത്. അതുകൊണ്ട് അതിനെ നിലക്ക് നിർത്താൻ അവർ തയ്യാറായിട്ടില്ലെങ്കിൽ അവരെ നിലക്ക് നിർത്താൻ ജനങ്ങൾ തയ്യാറാകുമെന്നുള്ളതാണ് ഈ പ്രതിഷേധങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. KPC കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളുടെ മുമ്പിലും ഇന്ന് പ്രതിഷേധിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇത് അവസാനത്തെ സമരമല്ല. സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ചതിന് ഒരു ന്യായീകരണവും ഇനി പറയാനില്ലാത്ത ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് അവരെ പിരിച്ചുവിടുന്നതിന് പകരം സസ്പെൻഷൻ കൊണ്ട് തൃപ്തരാവാൻ ഒരുക്കമല്ല. പിന്നെ പല ദൃശ്യങ്ങളും പറയുന്നത്, പിന്നെ പോലീസിന് എല്ലാ കാലത്തും പോലീസിനെ കുറിച്ച് പ്രശ്നങ്ങളുണ്ട്. അത് എല്ലാ കാലത്തും ആര് ഭരിച്ചാലും ഈ പോലീസിൽ ഈ ക്രിമിനലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഭരണത്തിന്റെ ഒരു പ്രശ്നമായിട്ടല്ല അല്ല, മുഖ്യമന്ത്രിയുടെയും കൂടെ പ്രശ്നമാണ്, ഭരണത്തിന്റെ മാത്രമല്ല. കാരണം ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയാണല്ലോ. ഇതിനെ നിലക്ക് നിർത്താനുള്ള ശ്രമങ്ങൾ, പോലീസിലെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും, ഈ പറഞ്ഞതുപോലെ ഉണ്ടാവും. അപ്പോൾ ആ പ്രശ്നങ്ങളെ നിലക്ക് നിർത്താനല്ല ശ്രമിക്കുന്നത്, ആ പ്രശ്നക്കാർക്ക് പ്രൊമോഷൻ കൊടുക്കാനാണ് ശ്രമിക്കുന്നത്, ആ പരാതികളെ അവഗണിക്കാനാണ് ശ്രമിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, വിവരാവകാശം കൊടുത്താൽ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ കോടതിയെ സമീപിക്കേണ്ടി വരുന്നത് പോലീസിലൊരു പ്രശ്നം മാത്രമല്ലല്ലോ, അഡ്മിനിസ്ട്രേഷന്റെ സപ്പോർട്ടും കൂടി ഉള്ളത് കൊണ്ടല്ലേ. ഭരണത്തിന്റെ പിന്തുണ ഈ ഗുണ്ടകൾക്ക് കൊടുക്കുന്നതാണ് പ്രശ്നം. ഗുണ്ടകൾ പോലീസിൽ ചില ആളുകൾ ഉണ്ടാവാം, അതെല്ലാ ഭരണകാലത്തും ഉണ്ടാവാം.
പക്ഷെ അവർക്ക് കൊടുക്കുന്ന അഡ്മിനിസ്ട്രേഷൻ സപ്പോർട്ടാണ്, പൊളിറ്റിക്കൽ സപ്പോർട്ടാണ്, അതിന്റെ പാട്രണേജ് ആണ്. ഗുണ്ടകൾക്ക് കൊടുക്കുന്ന രാഷ്ട്രീയ സംരക്ഷണം. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, കൊടി സുനിക്ക് പിന്നെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ കാറ് നിർത്തിയിട്ട് 4 എണ്ണം വീശാനും അവർക്ക് പിന്നെ ചിക്കൻ കൊടുക്കാനും ഒക്കെയുള്ള സംവിധാനം പോലീസ് ചെയ്തു കൊടുക്കുന്നത് ആരുടെ ഒത്താശയോടെ? അവർക്ക് ഇഷ്ടപ്പെട്ട ജയില്, സെല്ലിലെ സൗകര്യങ്ങൾ, പുറത്ത്, ഇതൊക്കെ വിവാദമായതല്ലേ? ഇതൊക്കെ പോലീസിങ്ങിന്റെ കുഴപ്പം കൊണ്ട് മാത്രം ഉണ്ടാവുന്നതാണ്? അല്ല, അത് പൊളിറ്റിക്കലാണ്. രാഷ്ട്രീയ സംരക്ഷണമാണ് ക്രിമിനലുകൾക്കും പോലീസിലെ ഗുണ്ടകൾക്കും ഇവർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത് തുടരുന്നത്. അതുകൊണ്ടാണ് ഇത് നിലക്ക് നിർത്താൻ ഗവൺമെന്റിന് ശ്രമിക്കാത്തതും ഗവൺമെന്റ് നടത്താത്തതും. ആ പ്രശ്നങ്ങളാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടായി ഇന്നും മറയൂരിലെ SI മാഹിൻ നേരത്തെ ഒരു വിദ്യാർത്ഥി അടിച്ചതിൽ സസ്പെൻഷൻ കിട്ടിയ ഉദ്യോഗസ്ഥനാണ്. ഇന്ന് ഫേസ്ബുക്കിൽ അയാൾ ഇട്ടിരിക്കും മമ്മൂട്ടി ഒരു മോഷ്ടാവിനെ അടിക്കുന്ന ആവനാഴ് സിനിമയിലെ വിഷു ഇട്ടിട്ടാണ് ഒരു പരിഹസിക്കുന്ന രീതിയിലാണ്. അത്രയും ധൈര്യത്തോടു കൂടിയാണ് ഈ ഗവൺമെന്റിന്റെ കീഴിൽ സകല ഗുണ്ടകൾക്കും ധൈര്യമാണ്. അത് പോലീസിലെ ഗുണ്ടയാണെങ്കിലും ശരി, പുറത്തെ ഗുണ്ടയാണെങ്കിലും ശരി. ഇത്രയും വിവാദങ്ങളും ഇത്രയും ചർച്ചകളും ഇത്രയും നടപടികളും കേരളം ആവശ്യപ്പെടുമ്പോൾ സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്ന, ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം പറ്റുന്ന ഒരു ഗുണ്ട, പിന്നെ പോലീസിൻ്റെ ഗുണ്ടയുടെ മനോഭാവമുള്ള ഒരുത്തൻ ഇപ്പോഴും ഒരു പോലീസുകാരൻ ആളുകളെ മർദ്ദിക്കുന്നതിൻ്റെ ചിത്രം നവമാധ്യമങ്ങൾ ഇടണമെങ്കിൽ അവൻ്റെ പ്രൊട്ടക്ഷൻ, അവൻ്റെ ധൈര്യം ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ നടപടിയില്ലായ്മയാണ്. അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അങ്ങനെ ഒരു ധൈര്യം അയാൾക്ക് തോന്നണമെങ്കിൽ എന്താ, ഒരു നടപടിയും വരില്ല എന്നുള്ളത് കൊണ്ടല്ലേ. ഇനിയിപ്പോൾ ആ നടപടിക്ക് എല്ലാവരും കൂടെ ഒച്ചയുംബഹളം ഉണ്ടാക്കണം, അതിന് മാധ്യമങ്ങളെല്ലാം കൂടെ വാർത്ത കൊടുക്കണം, അതിനും പ്രതിഷേധങ്ങൾ ഉണ്ടാവണം. അപ്പോൾ ആ പ്രതിഷേധം ഉയരുമ്പോൾ എന്തെങ്കിലും കണ്ണിൽ പൊടിയിടാനുള്ള ഒരു കാര്യം വന്നാലായി. അപ്പം അത് ചെയ്യുന്നവർക്ക് അറിയാം, സംരക്ഷിക്കാൻ മേലെ ഞങ്ങളുടെ അതേ മനോഭാവമുള്ള ആളുകൾ മേലെ ഉണ്ട് എന്നുള്ളത് അത് ചെയ്യുന്നവർക്കറിയാം. പ്രതികരണം നടത്തുന്നില്ല. പക്ഷേ സാധാരണ വാർത്താ സമ്മേളനമൊക്കെ വിളിക്കുന്നതാണ്, കുറച്ച് ദിവസങ്ങളെ വാർത്താ സമ്മേളനമില്ല, പ്രതികരണങ്ങളില്ല, ഒന്നുമില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇതിൽ പ്രതികരിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പോലീസിംഗിലെ ഈ ഗുണ്ടായസത്തിനെതിരാണല്ലോ സമയബന്ധിതമായിട്ട് പ്രതികരിക്കേണ്ടത്. അത് പ്രതികരിക്കാൻ മടിക്കുമ്പോൾ, അതിന് വൈകുമ്പോൾ അത് കൊടുക്കുന്ന സന്ദേശം എന്താ? ഇതൊന്നും അത്ര വലിയ പ്രശ്നമായി താൻ കണക്കാക്കുന്നില്ല എന്നുള്ള സന്ദേശം പോലീസിലെ ഗുണ്ടകൾക്ക് കൊടുക്കാനല്ലേ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. എന്താ മുഖ്യമന്ത്രിക്ക് പ്രതികരിച്ച? അവരുടെ പൊളിറ്റിക്കൽ പാർട്ടനേജ് ഈ കാര്യത്തിൽ ഇല്ലെങ്കിൽ, ഈ ഗുണ്ടായസ് അനുവദിക്കില്ല എന്നുള്ളത് പറഞ്ഞാൽ എന്താ? അവരെ പിരിച്ചുവിടുമെന്ന് പറഞ്ഞാൽ എന്താ? അതെന്തിനാ വൈകിപ്പിക്കുന്നത്? അപ്പം അതൊരു മെസ്സേജാണ്. ഞങ്ങൾ അത്ര സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല എന്ന് ഒരു മെസ്സേജ് ഈ പറയുന്ന ഗുണ്ടായിസം നടത്തുന്നവർക്ക് കൊടുക്കുക. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇതിങ്ങനെ തഴച്ച് വളരണമെങ്കിൽ അത് താഴെ നിന്ന് മേലോട്ടുള്ള വളർച്ചയല്ല, അത് മേലെന്ന് താഴോട്ടാണ്. അവിടുത്തെ മനോഭാവമാണ് പോലീസിലേക്ക് പടരുന്നത്. ആ മനോഭാവമാണ് ഈ പറയുന്ന ഗുണ്ടകൾ, കാക്കിയണിഞ്ഞ ഗുണ്ടകൾ നടപ്പിലാക്കുന്നത്. അതിനെ നിലക്ക് നിർത്താനും നിയന്ത്രിക്കാനും ഉത്തരവാദിത്തപ്പെട്ടവരുടെ മൗനം, അതൊരു മൗന സമ്മതമാണ് ഈ ഗുണ്ടായിസത്തിന്. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ, കോൺഗ്രസും UDF-ഉം അക്കാര്യത്തിൽ ഇനി മൗനമായിട്ടിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്